ജലദോഷം തീരെ സ്വസ്ഥത തരുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് തൊടിയിലേക്ക് ഇറങ്ങിയത്. പനിക്കൂർക്ക പറിക്കാൻ. അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നും ഇല്ലെങ്കിലും ആകെ ഒന്ന് തിരഞ്ഞപ്പോൾ ആളെ കിട്ടി. ആവി കൊള്ളാനായിട്ടുള്ള ഇലയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ആള് തലയാട്ടി സമ്മതിച്ചു. കർവാക്രോൾ എന്ന രാസവസ്തുവാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കർപ്പൂരവല്ലി, കഞ്ഞിക്കൂർക്ക എന്നൊക്കെയും പേരുള്ള ഈ വമ്പത്തിയുടെ ഗന്ധം തന്നെ മതിയല്ലോ പനിയൊക്കെ ദൂരെ പോവാൻ. തൊട്ടടുത്ത് നിൽപ്പുണ്ട് കാട്ടുതുളസി. ആ പേര് വിളിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കാട്ടുതൃത്താവെന്നും പേരുണ്ട്. പോരാത്തതിന് സംസ്കൃതത്തിൽ സുമുഖം, രാജിക എന്ന പേരുകൾ വേറെയും. പിണങ്ങി നിന്ന കാട്ടുതുളസിയോട് വാങ്ങിച്ചു കുറച്ചില്ല. അതിനുശേഷം നമ്മുടെ വീട്ടുകാരുടെ അടുത്തേക്കാണ്. നാട്ടുവൈദ്യത്തിൻ്റെ മഹാറാണി. ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും നമ്മൾ ഓടിയെത്തുന്നത് ആളുടെ അടുത്തേക്കാണല്ലോ. നമ്മുടെ തുളസി. ചോദിക്കേണ്ട താമസം ദേ ഇഷ്ടം പോലെ കതിര് തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പുട്ടുവടത്തിലാക്കി ഒരാവി കൊള്ളണം. പുതപ്പിനുള്ളിലേക്ക് പുട്ടുവടവുമായി കയറി നല്ലൊരാവി പിടിച്ചപ്പോൾ തന്നെ തലയുടെ ഇരുവശവും നന്നായി തെളിഞ്ഞതുപോലെ. എന്തായാലും നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്നേഹത്തോടെ നന്ദി.